ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരും കോവയ്ക്ക തോരനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരൊക്കെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾ, പച്ചമുളക്, കരിവേപ്പില നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനത് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി അടുപ്പേ വെച്ചു. ചൂടായി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അതിനാവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരും കോവയ്ക്ക തോരനും. വത്തൽമുളക് ഇട്ട് കൊടുത്തു, കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചേക്കുന്ന ചക്കക്കുരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരു ശകലം വെള്ളം ഒഴിക്കാവുള്ളൂ, അധികം ഒഴിക്കരുത്. തോരൻ കുഴഞ്ഞു പോകാതിരിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ചക്കക്കുരു വേകണമല്ലോ, പുറത്തേക്ക് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലായിടത്തും ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.